ശ്രീരാജനാണ് പാലക്കാട് നിന്ന്. ശ്രീരാജൻ, നമസ്കാരം. നമസ്കാരമുണ്ട്. താങ്കൾ ഏതാ, ഹൈക്കോടതിയാണോ സുപ്രീം കോടതി, ഏതാ പിടിക്കുന്നത്? അല്ല, നമ്മള് സുപ്രീം കോടതിയിലും നമ്മള് ഹൈക്കോടതിയിലും നമ്മള് അവര് ടാക്സേന്റെ ചോർന്നു പോണത് വേറെ അവിടെ നിൽക്കട്ടെ. പാവങ്ങള് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കൊടുത്ത കേസുകള്, എന്റെ കേസ് 2011 ഹൈക്കോടതിയിൽ കൊടുത്ത 2011 ഇതുവരെ ഒന്നും ആയില്ല. ഒന്നും ആയില്ല. ഇവര് നേതാക്കന്മാരുടെ കേസ് മാത്രമേ എടുക്കുള്ളൂ. സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഇവര് ആശയം കളിക്കുക. അത് എന്താകട്ടെ, ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, എന്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി പൈസ ആവശ്യപ്പെടുമ്പോ അവരിപ്പോൾ നീട്ടിക്കൊണ്ടുപോകാം. 2011 ഞാൻ 10,75,000 രൂപ കെട്ടിവെച്ചാണ് 2011 സാറേ. ശരി, പറഞ്ഞോളൂ. അപ്പൊ ഇത് ചെയ്തിട്ട് ഇത് ഹൈക്കോടതി നീട്ടിക്കൊണ്ടുപോകാം. കേസ് എടുക്കണേ ഇല്ല. രാഷ്ട്രീയക്കാര് അവരെങ്കിലും അവിടെ ആരെങ്കിലും തൂങ്ങിച്ചത്തു അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരന്റെ തല്ലി പറഞ്ഞാൽ അത് മാത്രമേ എടുക്കുള്ളൂ. ഈ പാവങ്ങള് ഈ കല്യാണത്തിന് ആവശ്യത്തിന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ കോടതികൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു നീതി നിഷേധം തന്നെയാണ്. അനന്തമായി നീണ്ടുപോകുന്ന നീതിയാണ് സാധാരണ പൗരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ ക്രൂരതകളൊന്നും. ഇതിനൊക്കെ പറയുമ്പോ സുപ്രീം കോടതി ഇതിനും പറയണ്ടേ? ഇത്ര നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയണ്ടേ? ശരി, ഓക്കെ. ഓരോ കേസ് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശ്രീരാജൻ. ഞാൻ കെട്ടിവെച്ച പൈസ എനിക്ക് തരാൻ എന്താ ബുദ്ധിമുട്ട്? ശരി, ഓക്കെ. താങ്കളുടെ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും സമാനമായ രീതിയിലേക്ക് കോടതികൾ കയറി ഇറങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ കോടതികൾ കയറിയിറങ്ങേണ്ട ഗതികേടിൽ നിൽക്കുന്ന നിരവധി പൗരന്മാർ ഈ മഹാരാജ്യത്തുണ്ട്. നമ്മുടെ നീതി സംവിധാനത്തിന്റെ പിഴവുകളൊക്കെയാണ്. ഒന്നും ഒരു ചുക്കില്ല അവിടെ. ഹൈക്കോടതിയിൽ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ പണമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ സാറ് പറയണം, ഹൈക്കോടതി സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നല്ലൊരു താക്കീത് കൊടുക്കണം. ഇത് നീട്ടിക്കൊണ്ടാ പോയിട്ട് 2011 ഞാൻ കെട്ടിവെച്ച പൈസ അല്ല, ഇതിന്റെ ഔദാര്യമല്ല. ഞാൻ കെട്ടിവെച്ച എനിക്ക് എത്തിത്തരണ്ടേ? ഇതിന്റെ അകത്ത് കടം ചോദിക്കുന്നതല്ല. അത് ഈ സുപ്രീം കോടതി പറയണം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പ്രത്യേകിച്ച് നമ്മുടെ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. കോടതി വിധികളെല്ലാം സ്വാഗതം ചെയ്യുന്നു.